ലാക്ക് ഓഫ് സെക്ഷൽ എഡ്യൂക്കേഷൻ, സെക്സിനെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ, നെഗറ്റീവായിട്ടുള്ള സെക്സ് പെയിനാണ്, കുട്ടികൾ ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു സിസ്റ്റമാണ്, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും കുട്ടികളെ ഇതിലേക്ക് മാരേജിലേക്ക് പോകും. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുമല്ലോ, ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ പേടിയുണ്ടാവും, ഓ ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. അതുപോലെ ഫ്രീഡം നഷ്ടപ്പെടുമോ? കുട്ടികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താണ്, ഇപ്പോൾ റീൽസിലാണെങ്കിലും മൂവീസിലാണെങ്കിലും മാരേജ് എന്തോ വലിയ പ്രശ്നമാണ്, ഇത് കഴിക്കണ്ട, ഇത് കഴിച്ചാൽ മൊത്തം പ്രശ്നങ്ങളാണെന്ന് കുട്ടികൾ ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറെ എടുക്കാൻ അവർ ഭയപ്പെടും. കല്യാണം എന്ന് പറയുമ്പോൾ ഒരു തിങ്ക് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് തണുപ്പ്, വിറയല്, ശ്വാസതടസ്സം, വയറുവേദന, അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഫിസിക്കലായിട്ട് കാണിക്കാൻ തുടങ്ങും. അപ്പോഴും പാരൻസിന് അറിയില്ല, കുട്ടികൾ പറയുന്ന രീതിയിൽ പോകും. അങ്ങനെ മാരേജ് ഉറപ്പിച്ചിട്ടാണ് ഇവരിത് പിന്മാറുക. നമ്മളെ സൈക്കോളജി അത് തന്നെയാണ് ഇന്നത്തെ നമ്മളൊരു മെയിൻ വിഷയമാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാരേജ് ഫിയർ ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മാരേജ് ഫിയർ. അതിന് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു മെസ്സേജ്, ഫോൾട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മളെ സൊസൈറ്റിയിൽ കുട്ടികൾ അത് ചൂസ് ചെയ്യുന്നു. അതിനെന്തായിരിക്കും ഒരു കാരണം? അങ്ങനത്തെ കേസുകൾ പിന്നെ മാഡം ഡീൽ ചെയ്തിട്ടുണ്ടോ? അതിനെ കുറിച്ചിട്ടൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു കേസുകളിലൊന്നാണ് ഫിയർ ഓഫ് മാരേജ്. അതായത് കല്യാണം ഉറപ്പിച്ചിട്ട് കുട്ടികൾ അതിൽ നിന്ന് പിന്മാറുക, അതുപോലെ കല്യാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ വയലൻ്റ് ആവുക, അങ്ങനെ കേസ് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അതിന് തക്കതായിട്ട് റീസൺ ഉണ്ടാവും. ഇതിന് നമ്മൾ പറയുക ഗാമോഫോബിയ എന്ന് പറയും, ഫിയർ ഓഫ് മാരേജ് അഥവാ ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഈ ഗാമോഫോബിയ ഉള്ള അവർക്ക് ഈ ലോങ് ടേം റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ലോങ് ടേം എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ റിലേഷൻ ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആൻസൈറ്റി വരും, ഭയങ്കരമായിട്ട് ഉൾക്കണ്ട, ഒരു പേടി. അതിനുള്ള കാരണം ഒന്നെങ്കിൽ പാരൻസ് ആവാം. പാരൻസ് നമ്മൾ ഡിവോഴ്സ് ചെയ്തത് ഇവർ കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ബ്രദറിന്റെ മാരേജിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അതുപോലെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുമല്ലോ, ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ പേടിയുണ്ടാവും, ഓ ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. അതുപോലെ ഫ്രീഡം നഷ്ടപ്പെടുമോ? തന്റെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വരുമ്പോൾ അതേപോലെ തന്റെ പാർട്ട്ണർ വരുമ്പോൾ എന്റെ ഫ്രീഡം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് ഞാൻ അടിമയായിട്ട് മാറുമോ, എനിക്ക് മുന്നോട്ട് അവരെ കീഴിലായിപ്പോ എന്നുള്ള ഓവറായിട്ടുള്ള ഫിയറാണ് കുട്ടികൾക്ക് സാധാ മാരേജിലേക്ക് നയിക്കാത്തത്. ഇതിപ്പോൾ വീട്ടുകാരെ നിർബന്ധപ്രകാരം അവർ എൻഗേജ്മെന്റ് നടത്തിയാൽ പോലും ഇവർ ബാക്കിലേക്ക് പിന്മാറും. അപ്പോൾ ഓരോട് സംസാരിച്ചിട്ട് ഓക്കെ ആവുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ ഫ്രണ്ട്സോട് തമ്മിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇതേപോലെ മൂവീസോ ചുറ്റുപാടും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ഒരു ഫിയർ വരും. അതുപോലെ ഈ ഒരു ഫിയർ ആണ് ഇവരെ ഗാമോഫോബിയയിലേക്ക് നയിക്കുന്നത്. അതിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പൊ ടോക്കോഫോബിയ, ഫെലോഫോബിയ, ജെനോഫോബിയ, അതേപോലെ ലാക്ക് ഓഫ് സെക്ഷൽ എഡ്യൂക്കേഷൻ, സെക്സിനെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ, നെഗറ്റീവായിട്ടുള്ള സെക്സ് പെയിനാണ്, കുട്ടികൾ ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു സിസ്റ്റമാണ്, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും കുട്ടികളെ ഇതിലേക്ക് മാരേജിലേക്ക് പോകുന്നതിന് പിൻവലിക്കും. ശരിക്കും കല്യാണം കഴിഞ്ഞവരുടെ ജീവിതം പിന്നെ സുഖകരമായിട്ട് പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വിജയകരമായിട്ട് പോകുന്നില്ലെങ്കിൽ, അതൊരു സമൂഹത്തിനെ ഒരു ഫോബിയ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. കുട്ടികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താണ്, ഇപ്പോൾ റീൽസിലാണെങ്കിലും മൂവീസിലാണെങ്കിലും മാരേജ് എന്തോ വലിയ പ്രശ്നമാണ്, ഇത് കഴിക്കണ്ട, ഇത് കഴിച്ചാൽ മൊത്തം പ്രശ്നങ്ങളാണെന്ന് കുട്ടികൾ ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്റെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറെ എടുക്കാൻ അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ജനറേഷൻ അടുത്ത് എന്തായിരിക്കും അവരുടെ ഒരു അടുത്ത ജനറേഷൻ? കൂടുതലും ഇത് സ്ത്രീകളാണ് കണ്ടുവരുന്നത്. കാരണം ഇത് ഡെവലപ്മെന്റ് ചെയ്യുന്ന പല സ്റ്റേജിലൂടെയാണ്. അതുപോലെ ചൈൽഡ്ഹുഡിൽ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവർ കാണുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ തൻ്റെ ഒരു പാർട്ട്ണർ വന്നാലും അവർക്ക് വേണ്ടി ജീവിക്കണമല്ലോ എന്നൊരു ചിന്ത പെണ്ണിൽ വരും. സോ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ എഡ്യൂക്കേഷൻ മതി, ക്യാഷ് മതി എന്നൊരു തോട്ടിലാണ് ഇന്നത്തെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ്, അവരെ ഫ്രീഡത്തിലേക്ക് ഒരാൾ വന്നാൽ തൻ്റെ ഫ്രീഡം പോകുന്നുള്ള അങ്ങനെ കഴിയും അല്ലേ? അതിന് നമുക്ക് എന്ത് മെസ്സേജ് ഇവർക്ക് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് തെറാപ്പി ഉണ്ട്, CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇതാണ് കുട്ടികളെ നമ്മൾ കൊടുക്കുക. അതുപോലെ പ്രിമാറ്റിക്കൽ കൗൺസിലിംഗ്, അതായത് മാരേജിലേക്ക് കുട്ടികളെ നമ്മൾ ഇതിലൂടെ ഡെവലപ്മെന്റ് ആക്കി കൊണ്ടുവരും. ഇതുപോലെ ഒരുപാട് കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേരൻസിനെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഇങ്ങനത്തെ കുട്ടികൾ എന്തായിരിക്കും അതിന് ഇപ്പൊ കല്യാണം ഇപ്പൊ വേണ്ട, അതിപ്പോ നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണല്ലോ. അപ്പൊ നമ്മൾ ഏത് ജനറേഷനിലാണെങ്കിൽ മാരേജിനെ നമ്മളിങ്ങനെ പോസ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ടേണിലെത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മളതിന് ഒരു ഇത് കൊടുക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അത്രയും പ്രഷർ വേണം. പക്ഷെ ഇതല്ലാതെ ഇങ്ങനെയുള്ള ഈ ഫോബിയാസ് കണ്ടുപിടിക്കാൻ പാരൻസിനെ സഹായിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സജഷൻസ്?
പാരൻസ് കുട്ടികൾ ഇങ്ങനെ ഒരു കുട്ടി വേണ്ട, അത് ടൈമായിട്ടും കുട്ടിക്ക് മാരേജ് വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളത് ഒരു പ്രൊഫഷണലെ കാണിക്കുക തന്നെ വേണം. കാരണം ഈ ഗാമോഫോബിയയിലേക്ക് നയിക്കുന്ന പല ഫോബിയാസ് ഉണ്ട്. ചിലപ്പോൾ പ്രസവിക്കാനുള്ള പേടി ഉണ്ടാവാം, അതുപോലെ ലാക്ക് ഓഫ് സെക്സിനോടുള്ള പേടി ഉണ്ടാവാം, അതേപോലെ പെഡോഫോബിയ, കുട്ടികളോടുള്ള പേടി ഉണ്ടാവാം, ജെനോഫോബിയ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഏതാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടാണ് അത് നമ്മൾ കൺസൾട്ട് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ശരിക്കും ഇങ്ങനെ ഒരു ഫോബിയ ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമുക്ക് പാരൻസ് ചെയ്യുന്നത്. ഫോബിയ എന്ന ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ്. ശരിക്കും ഈ ഫോബിയാസ് ഉള്ള, ഈ ഗാമോഫോബിയ ഉള്ള കുട്ടി ഒരു നല്ലൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ആവും. ചിലപ്പോൾ ഇത് പാനിക് അറ്റാക്കിലേക്ക് വരെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇവർക്ക് ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യുമ്പോൾ, കല്യാണം എന്ന് പറയുമ്പോൾ ഇവർ തിങ്ക് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് തണുപ്പ്, വിറയല്, ശ്വാസതടസ്സം, വയറുവേദന, അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഫിസിക്കലായിട്ട് കാണിക്കാൻ തുടങ്ങും. അപ്പോഴും പാരൻസിന് ഇതറിയില്ല, കുട്ടികൾ പറയുന്ന രീതിയിൽ പോകും. അങ്ങനെ മാരേജ് ഉറപ്പിച്ചിട്ടാണ് ഇവർ ഇതിന് പിന്മാറുക. അപ്പോഴാണ് വാക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ട്രോമ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇഷ്യൂസ് ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള കൺസൾട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികൾക്ക് ട്രോമ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇതിനോട് മുന്നോട്ട് പോകാൻ പേടിയായിരിക്കും. സത്യത്തിൽ ചിലപ്പോൾ പാരൻസിന്റെ നിർബന്ധപ്രകാരം അവർ മാരേജ് കഴിച്ചാൽ പോലും ഭാവിയിൽ അത് നല്ല രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഫോബിയാസ് ശരിക്കും ഒരു നെഗറ്റീവ് എനർജി ആണല്ലോ. അതൊന്നും പ്രത്യേകിച്ച് നമുക്ക് ലൈഫിൽ ഇനിയിപ്പോൾ വാട്ടെവർ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നമ്മളത് ഫേസ് ചെയ്യാന്നുള്ള അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഫോബിയ എന്ന ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ്. അതൊരു തരം പേടിയാണ്. ഈ പേടി നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരാം. ഒരു കാര്യത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. അപ്പൊ മാരേജ് എന്നുള്ളത് നെഗറ്റീവ് ആണ്. ഇന്നത്തെ സമൂഹം കൊടുക്കുന്ന മെസ്സേജ് അതാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഇതിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഇൻഫർമേഷനാണ്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് നമുക്ക് പിന്നെ അധികം കണ്ടുവരുന്നൊരു കേസാണിത്. ഒരുപാട് ഇപ്പോൾ എന്തെങ്കിലും കോഴ്സിന് ചേരുക, പെട്ടെന്ന് ആ കോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് ഈ മാരേജ് കാരണം.